CPIM BJP ഡീൽ ആരോപണത്തിൽ വിവാദം കൊഴുക്കുകയാണ്. ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും രംഗത്തെത്തി. പ്രജിൻ, പാലക്കാട്ടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. പാലക്കാട് ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ CPIM BJP തമ്മിൽ ഡീലുണ്ട് എന്നാണ് ആരോപണം. എന്നാൽ സതീശൻ ലോക റെക്കോർഡ് കിട്ടാൻ നുണ പറയുന്നു എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തിരിച്ചടി. ഡീലാരോപണത്തിന് മറുപടിയുമായി 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് രംഗത്തെത്തി. ആരോപണം ഉന്നയിച്ചവർ തെളിവ് നൽകാൻ തയ്യാറാകണം. കോൺഗ്രസിന്റെ പരാജയ ഭീതിയിൽ നിന്നുണ്ടായ ആരോപണമാണിതെന്നും സാബു M ജേക്കബ് 24-നോട് പറയുകയുണ്ടായി. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഒപ്പം തന്നെ ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്നും. ആദ്യം ലാലിലേക്ക് പോകാം. ലാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാലക്കാടിന് പുറമെ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി ഈ ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ്. NDAക്ക് സ്വാധീനമുള്ള, BJPക്ക് സ്വാധീനമുള്ള പലയിടങ്ങളിലും 2020യുടെ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അത് മറ്റു മുന്നണികളെ സഹായിക്കാനാണെന്നുള്ള ആരോപണം ഒരു ഭാഗത്തു നിന്ന്. അതേ നാണയത്തിൽ CPIMന്റെ തിരിച്ചടിയും വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നീളുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് CPM BJP ഡീല് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ പ്രധാനമായിട്ടും കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയുമായിട്ട് CPMന്റെ ഒരു അന്തർധാരയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല കേസുകളിൽ പോലും ആ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതായിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലും ഇതേ ആരോപണം തന്നെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആരോപണത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മറ്റ് മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഡീല് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് പറയുന്നത്. KC വേണുഗോപാലും VD സതീശനും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളടക്കം ഈ പരാമർശം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം ഇതിന് നൽകുന്നുമുണ്ട്. അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി BJPയും അതോടൊപ്പം തന്നെ CPIMും തങ്ങളാലാകുന്ന രീതിയിലുള്ള മറുപടികളുമെല്ലാം നൽകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വന്നതിൽ ഒന്ന് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയും പാലക്കാടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ചുകൊണ്ടായിരുന്നു. അതായത് പാലക്കാട് BJPക്ക് CPM വോട്ട് ചെയ്യുന്നു, പകരം തൃപ്പൂണിത്തുറയിൽ BJP പ്രവർത്തകർ CPMന് വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും വന്നിരുന്ന ഒരു ആരോപണം. ഈ ആരോപണത്തിന് മറുപടി എന്നുള്ളതാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന 2020യുടെ കാൻഡിഡേറ്റ് ആണ് NDAയുടെ ഭാഗമായിട്ട് 2020യുടെ ചീഫ് കോർഡിനേറ്റർ തന്നെ വന്നത്. ഇത് പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾ മാത്രമാണ്. കൃത്യമായ തെളിവുകളോ മറ്റു കാര്യങ്ങളോ തരാൻ ഇവരുടെ പക്കലില്ല. നേരത്തെ വിചാരിച്ചിരുന്ന പല സീറ്റുകളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിലാണ് ഈ ആരോപണങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് NDAയുടെ ഭാഗമായിട്ടുള്ള 2020യുടെ വക്താവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കണമെന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം ഈ വിഷയത്തെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന്റെ പല ബൂത്തുകളിൽ പല മണ്ഡലങ്ങളും അടക്കം ഇതിന്റെ പേരിൽ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ആരോപണവും ഈ ഡീൽ തന്നെയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒപ്പം പാലക്കാട് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നുകൂടെ അറിയാം. ഷാരിഖ് നവാസ് പാലക്കാട് നിന്നു. ഷാരിഖ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളതാണ് ഈ പറയുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ പ്രചാരണ രംഗത്ത് ഓരോ മുന്നണികളും, അതിപ്പോൾ ഈ പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രനാണെങ്കിലും രമേശ് പിഷാരടി ആണെങ്കിലും NMR റസാഖ് ആണെങ്കിലും ഇവരൊക്കെ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? ആ മണ്ഡലത്തിൽ പൊതുവായി ഇത്തരം ഒരു വികാരം ഉണ്ടോ മുന്നണികൾക്കിടയിൽ? പ്രജിൻ, അസിത, ഇത്തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതുപോലത്തെ അതായത് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസങ്ങളിലും അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ ഇത്തരത്തിൽ അതായത് LDFും NDAയും തമ്മിൽ ഇവിടെ ഒരു ഡീൽ നടക്കുന്നുണ്ടെന്ന് രമേശ് പിഷാരടിയും അതുപോലെ തന്നെ വടകര MP ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MPയും ഇത് ആവർത്തിച്ചിരുന്നു. ഇത്തരത്തിലൊരു ആരോപണം ആവർത്തിച്ചിരുന്നു. കാരണം ഇവിടെ NDAയും അതുപോലെ തന്നെ LDFും തമ്മിൽ ഒരു ഡീൽ നടക്കുന്നുണ്ട്. കാരണം LDFിന്റെ സ്ഥാനാർത്ഥി ഒരു ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നും അതുപോലെ തന്നെ LDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഈ വോട്ട് മറിക്കാനാണ്. ആ വോട്ട് മറിയുന്നതിലൂടെ ആ വോട്ട് മറിയുന്നത് NDAക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ പാലക്കാട്ടെ UDF നേതൃത്വവും ആരോപിക്കുന്നത്. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റിയും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന്. കാരണം ഇവിടെ പാലക്കാട്ടെ പ്രബലമായ CPM നേതാക്കളുണ്ട്. പാലക്കാട്
പാലക്കാട് ഒട്ടേറെ CPM നേതാക്കളുണ്ട്. എന്നാൽ ഇവരെയൊന്നും പരിഗണിക്കാതെ അവസാനം ഒരു വ്യവസായിയിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഹോട്ടൽ വ്യവസായിയായ NMR റസാക്കിനെയാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ന്യൂനപക്ഷ വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. അത് ഒടുവിൽ BJPക്ക് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് അത് അനുകൂലമാവും എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അത്തരത്തിൽ കോൺഗ്രസും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയായാലും UDF നേതൃത്വമായാലും അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഡീൽ ആരോപണം ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഒട്ടേറെ ദിവസങ്ങൾ മുന്നിട്ട് കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. വലിയ കൊടുമ്പിരി കൊണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് തന്നെ കടന്നു. കാരണം ഇനി 18 ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ BJP ഡീൽ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ അതുപോലെ തന്നെ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവരൊക്കെ ഉന്നയിക്കുന്നത് ഇത്തരത്തിലാണ്. കാരണം പാലക്കാട് പോലും ആ രീതിയിൽ മുന്നണികൾക്കിടയിൽ ഈ വിഷയമുണ്ട് എന്നാണ് ഷാരിഖ് നവാസ് അവിടെ നൽകുന്ന വിവരം. അസിത, എനിക്ക് തോന്നുന്നത് ഇത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത് അവസാന ഘട്ടത്തിലാണ്. ഒരുപക്ഷെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമോ ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഡീലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ആ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് മറുഭാഗത്ത് നിന്ന് വരുന്നത് നിലവിൽ തന്നെ കോൺഗ്രസിന് ഒരു പരാജയ ഭീതി UDF അവിടെ ഉണ്ട്, അതുകൊണ്ട് ഇത്തരം ആരോപണം വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസ് UDF ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഷാരിഖ് പറഞ്ഞതുപോലെ അത് ഗ്രൗണ്ടിലും ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പക്ഷേ പ്രജിൻ, ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPI LDF ആ മണ്ഡലത്തിൽ പാലക്കാട് ഭൂരിപക്ഷം വോട്ട് ഷെയർ വലിയ നിലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുകൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെയും CPIന്റെയും മറുപടി. അതായത് അവിടെ സ്വാധീനം കുറയുന്ന വോട്ടുകൾ അത് UDFനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നിലയിലായിരിക്കണം ഡീൽ എന്നുള്ളതും പരാജയ ഭീതിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. CPIന്റെ LDFന്റെ വോട്ട് ഷെയർ ഉയരുന്നതിലുള്ള പരാജയ ഭീതി. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് അവിടെ. ഈ പറയുന്ന പോലെ UDFനൊക്കെ എതിരിടാൻ പറ്റുന്ന നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ദൗർഭാഗ്യകരമാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. മത്സരാർത്ഥികളുടെ മാനസിക സ്ഥിതിയെയും അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തേക്ക് അത് ബാധിക്കുന്നതാണ് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.